ഓൺലൈനായി മദ്യവിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശ വെബ്കോ എംഡി ഹർഷിത അട്ടല്ലൂരി സർക്കാരിന് സമർപ്പിച്ചു. ആപ്പിലൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് മദ്യം വീട്ടിലെത്തിക്കാൻ അനുമതി നൽകണമെന്നാണ് ആവശ്യം. ഓൺലൈൻ വിൽപ്പനയ്ക്കായി പുതിയ മൊബൈൽ ആപ്ലിക്കേഷനും വെബ്കോ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വിഗ്ഗി അടക്കമുള്ള കമ്പനികൾ പദ്ധതിയോട് താൽപര്യം അറിയിച്ചിട്ടുണ്ട്. 23 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രം മദ്യം നൽകാനാണ് ശുപാർശ. തിരിച്ചറിയൽ കാർഡുകൾ നോക്കി ഇക്കാര്യം ഉറപ്പാക്കും. ഒരു തവണ 3 ലിറ്റർ മദ്യം ഓർഡർ ചെയ്യാം. കൂടുതൽ വിതരണ കമ്പനികൾ രംഗത്തെത്തിയാൽ ടെൻഡർ വിളിക്കും. മദ്യ വിതരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിതരണ കമ്പനിക്കായിരിക്കും. കോവിഡ് കാലത്ത് മദ്യം ഓൺലൈനിലൂടെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. തിരക്ക് ഒഴിവാക്കാൻ ആപ്പിലൂടെയായിരുന്നു ബുക്കിംഗ്. ഇതിനുശേഷം വാതിൽപ്പടി മദ്യവിതരണം ആലോചിച്ചെങ്കിലും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയില്ല. എക്സൈസ് വകുപ്പ് ഇപ്പോഴും വിഷയത്തിൽ കൃത്യമായ തീരുമാനം എടുത്തിട്ടില്ല. ഓൺലൈൻ വിൽപ്പന ആലോചനയിലില്ലെന്ന നിലപാടാണ് എക്സൈസ് മന്ത്രി എം.വി. രാജേഷ് വ്യക്തമാക്കുന്നത്. മദ്യവിൽപ്പനയുടെ കാര്യത്തിലടക്കം യാഥാസ്ഥിക മനോഭാവം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നും ഡിസ്റ്റിലറിയുടെ കാര്യം നമ്മുടെ മുന്നിൽ ഉദാഹരണമായുണ്ടെന്നും മറ്റ് സംസ്ഥാനങ്ങൾ ഡിസ്റ്റിലറി അനുവദിച്ചവർ ഇവിടെ ശക്തമായ വിമർശനം ഉന്നയിച്ചതടക്കം ഓർക്കണം. സമൂഹം പാകപ്പെടാതെ ഒന്നിനെയും അടിച്ചേൽപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.